ഈ ഭഗീരഥ ഇടയ്ക്ക് ഇങ്ങനെ ചില പാർവതിയുടെ അവതാരം പേരുകളുണ്ടല്ലോ. അതെ, ശ്രീധർമ്മശാസ്ത്രത്തിലേക്ക് വരുമ്പോഴാണ് ഈ കടലിലേക്ക് സരിത്തുന്ന ആയിട്ട് സമുദ്രത്തിലേക്ക് മുദ്ര ചെയ്യപ്പെടുമ്പോൾ ആ ജലം ഭൂമിയെ ശിവനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശിവൻ പരബ്രഹ്മമായിരിക്കുന്ന സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രകാന്തത്താൽ ഈ പാർവതിയും ശിവനും തമ്മിലുള്ള ചേർച്ച, ആ ഒന്നാകൽ വളരെ സുഖകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലഹരി പോലെ ചന്ദ്ര സൗന്ദര്യ ലഹരിയാണ് അവിടെ നടക്കുന്നത്. ഈ പ്രപഞ്ചത്തെ ശിവനെയും പാർവതിയെയും ചേർത്ത് വെക്കുന്ന ആ ശിവന്റെ തലയിൽ ചൂടിയിരിക്കുന്ന ആ ചന്ദ്രമൗലി. ഇവിടെ ഈ പൂർണ്ണയും പുഷ്കരം എന്നൊക്കെ പറയുമ്പോ ശാസ്താവുമായി അയ്യപ്പനുമായിട്ട് ചില കണക്ഷൻ വരുന്നുണ്ട് സംസാരത്തിൽ. നമുക്ക് അങ്ങോട്ട് പോകാം. അതെന്താണെന്ന് കൂടി ഒന്ന് പറയുന്നു. അപ്പോൾ ഈ ചന്ദ്രകാന്തത്താൽ ഇവിടെ നടക്കുന്ന ഒരു മഥനം നടക്കുന്നുണ്ട്, വലിയ പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കടലിലേക്ക് എത്തുന്ന സരിത്ത് നഷ്ടപ്പെട്ട് സമുദ്രത്തിൽ മുദ്ര ചെയ്ത് ആ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന, ശിവന് വേണ്ടി പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സതി സമുദ്രത്തിലേക്ക് ജലം ശിവന് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ശിവന് വേണ്ടി പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണിലേക്ക് സ്പർശിക്കാൻ, ആ ജലം സ്പർശിക്കാൻ, ശിവന്റെ അടുക്കിലേക്ക് എത്താൻ, മണ്ണിലേക്ക് എത്താനായിട്ട് ആ ജലം പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആഴിയിലേക്ക് പതിക്കുന്ന ആ സതി, ഈ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സതിയാണ് ആഴികുണ്ടത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് ചെയ്ത് അവിടെ ആഴി ഉണ്ടാക്കുന്ന സൗരോർജം, സൂര്യൻ. അപ്പൊ സൂര്യൻ അവിടെ ദക്ഷ പ്രജാപതിയാണ്. ദക്ഷ പ്രജാപതി സൂര്യനാണ്. അതെ, ദക്ഷ പ്രജാപതി പ്രകൃതിയെ ഉണർത്തുന്നതിന്റെ കാരണക്കാരനും സൂര്യനാണ്. അതെ, ആ യാഗാഗ്നിയിലാണല്ലോ നമ്മൾ ഉണരുന്നത്, നമ്മൾ ഇല്ലാതാകുന്നത്. അപ്പൊ അതിന്റെ നിയന്ത്രിതാവ് ചന്ദ്രനാണ്. അതെ, ജീവന് രണ്ടാം സ്ഥാനക്കാരൻ ചന്ദ്രനാണ്. ഭൂമിയുടെ അവിടെ ഈ ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഈ പൂർണ്ണ പുഷ്കല അയ്യപ്പൻ ശ്രീധർമ്മശാസ്ത്രം അങ്ങോട്ട് പോകണമെങ്കിൽ സതി ആദ്യം ആഴികുണ്ടത്തിലേക്ക് പതിച്ചു. കടലിൽ നിന്നും, ആ കടലാകുന്ന ആഴിയിൽ നിന്നും ആ ചൂടായിട്ടുള്ള ഹീറ്റ് വാട്ടർ മുകളിലേക്ക് വരും. അപ്പോൾ ആ സതിയുടെ ഭാവം മാറി അത് ഭഗീരഥിയായി. മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും, കിലോമീറ്ററോളം മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും അത് മന്ദം ഗമിക്കാൻ തുടങ്ങും, മന്ദാകിനിയാവും. അത് ആകാശഗംഗ എന്ന് പറയും. മന്ദാകിനി കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ അത് ഇന്ദ്രാണിയാവും. സത്വഗുണമുള്ള വായു, അതായത് ഇന്ദ്രൻ, അതിനെ ആകർഷിച്ച് കൊണ്ടുപോകുമ്പോൾ, ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന ജീവലോകമാക്കി ജനിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിന്റെ പേര് ഇന്ദ്രാണി എന്നാണ്. ഇന്ദ്രാണി. അത് ഇന്ദ്രാണിക്ക് മറ്റു ചില അർത്ഥങ്ങളും ഉണ്ടല്ലോ. ഇന്ദ്രന്റെ ഭാര്യയാണ്. ഇന്ദ്രന്റെ ഭാര്യ, ഇന്ദ്രനാണ് കൊണ്ടുപോകുന്നത്. വായുവിന്റെ സാന്ദ്രത കുറഞ്ഞ ഏറ്റവും ശൈത്യഗുണമുള്ള വായുവാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇന്ദ്രാണി. അതെ, ഇന്ദ്രാണി. ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന സത്വഗുണമുള്ള വായുവാണ് ഈ മേഘത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് കാരണം ഹിമവാനാണ് ഈ ഭൂഖണ്ഡത്തെ സാന്ദ്രത കുറഞ്ഞ വായുവാക്കി നിർത്തിക്കൊണ്ട് ഈ മേഘത്തെ ഈ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത്, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ്. അപ്പൊ സൂര്യനും ചന്ദ്രനും ഇന്ദ്രനും മാത്രമല്ല ഹിമവാനും ഇതിനകത്ത് ആളാണ്. അതോ വരുണനാണ് ഈ സമുദ്രദേവൻ. വരുണനാണ് മരത്തിന് വരം കൊടുക്കുന്ന ആള്. വരുണനൊന്നും പ്രത്യേകിച്ച് ഇരിപ്പിടയില്ലല്ലോ. വരുണൻ സമുദ്രദേവനാണ്. വരുണന് ഇരിപ്പിടം കൽപ്പിച്ചിട്ടുണ്ട്. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൽപ്പിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് ആ ഇരിപ്പിടം. വരുണപീഠം മഹാരാഷ്ട്രയിലാണ്. ഓ, അത് ശരി. നേരെ ഭാരതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് വരുണപീഠം. അവിടവും കടന്നാണോ ഹിമവാന്റെ അങ്ങോട്ട് പോകുന്നത്? വരുണപീഠം കഴിഞ്ഞ് വായുപീഠവും കഴിഞ്ഞിട്ടാണ് പിന്നെ കുബേരപീഠത്തിലേക്ക് പോകുന്നത്. വായു. ഹിമവാൻ കുബേരനാണ് പേര്. ഹിമവാന്റെ പേര് വേഗ ശരീരത്തോടു കൂടിയ, തടിച്ച ശരീരത്തോടു കൂടിയ, സർവ്വനിധികൾക്കും കാരണമായിരിക്കുന്ന, നിധികളുടെ അധിപതിയായിരിക്കുന്നതാണ് കുബേരൻ. ഏറ്റവും വലിയ മേരു പ്രതിഷ്ഠയാണ്. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ മേരു പ്രതിഷ്ഠ. ആ മേരുവിലാണ് ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും ഏറ്റവും ഉയരത്തിൽ വസിക്കുന്നത്. ഭൂമിയിൽ ഏറ്റവും ഉയരത്തിൽ മണ്ണും ജലവും കുന്നുകളും ജീവലോകവും വസിക്കുന്നിടം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഈ മേരുവിൽ. അതെ, ഏറ്റവും ഉയരത്തിൽ ഹിമാലയം. ഹിമയുടെ ആലയമാണ്. അവിടെയാണ് ശിവനും, അതായത് മണ്ണും ജലവും അതുപോലെ തന്നെ ജന്തുലോകവും മൗണ്ടുകളും ഏറ്റവും ഉയർന്നു വസിക്കുന്ന, പരിലസിക്കുന്ന ഇടം. അതാണ് നമ്മളുടെ എല്ലാം അഡ്രസ്സിന് കാരണം, വിലാസത്തിന് കാരണം കൈലാസമാണ്. അപ്പോൾ ആ വിലാസിനി പാർവതിയാണ്. നമുക്ക് വിലാസം ഉണ്ടാക്കി തരുന്നവൾ പാർവതിയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പാർവതി ആ ജലമങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വിലാസം തീർന്നു. ജലാംശം നഷ്ടപ്പെട്ടാൽ തീർന്നു. നമ്മളുടെ സർവ്വ, അപ്പൊ നമ്മുടെ ജീവൻ ജലമാണ്.
നമ്മളുടെ ജീവൻ ജലമാണ്. ആ പാർവതിയാണ് നമ്മൾ. ആ പാർവതിയുടെ ജലാംശമില്ലാത്ത ശരീരം ആ. ജഡത്തിന് തുല്യമാണ്. ആ നമ്മുടെ ഹൃദയത്തില് കൂടുകൂട്ടിയിരിക്കുന്ന രുദ്രവർണ്ണമായിരിക്കുന്ന ജലമാണ്. അത് രുദ്രനല്ലാണ് ആ ജലത്തിന് അതിന്റെ ഏറ്റവും വലിയ ഹൃദയാവസ്ഥയാണ് ഭാരതം. നമ്മുടെ ഉള്ളിലുള്ള ഹൃദയം പോലെ തന്നെയാണ് ഭാരതത്തിന്റെ ഹൃദയസ്ഥാനവും. ഭാരതം ഹൃദയത്തെ പോലെയാണ്, ലോകത്തിന്റെ ഹൃദയഭൂ എന്ന് പറയും. അതായത് വൈഷ്ണവ ശക്തിയാണ് ഹൃദയം തുടിക്കുന്നതിന് കാരണം. ലോകത്തിലെ ഏറ്റവും വലിയ വൈകുണ്ഠ ലോകം ഏതാന്ന് ചോദിച്ചാൽ അത് ഭാരതമാണ്. ഹിമാലയത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന, ഉയർത്തി നിർത്തിയിരിക്കുന്ന ആ വൈകുണ്ഠം, ആ ഹൃദയ സ്ഥലം, ആ ഹൃദയപീഠം എന്ന് പറയുന്നത് ഈ സൗത്ത് ഇന്ത്യയാണ്. അപ്പൊ ഈ ഇന്ദ്രാണി കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോണം. ഇന്ദ്രാണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ കൊണ്ടുവരുന്നതിന് സത്വഗുണമുള്ള വായുവിന്റെ പേരാണ് ഇന്ദ്രൻ. കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് പാടുപെട്ടു ഇന്ദ്രൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ. വായുവിന്റെ ബ്രദറാണ്, വിഷ്ണുവിന്റെ ബ്രദറാണ് ഈ ഇന്ദ്രൻ. സത്വഗുണമുള്ള വായുവാണ്. അപ്പൊ ഈ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കണ്ടുപിട്ടാൻ ബുദ്ധിമുട്ട് വന്നു. അതെ ഈ ജീവന്റെ ഒരിടത്ത് സ്ഥിരതയില്ലാത്ത ആളാണ്. അതെ, വാണിഭക്കാരനാണ്, നെയ്ത്തുകാരനാണ്, ജീവനെ നെയ്യുന്നത്, എവിടെയും കയറി ചെല്ലുന്നത് ആളാണ്. അപ്പൊ ഈ ഇന്ദ്രന്റെ പ്രതിഷ്ഠണമാണ് നമ്മളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. നമ്മളുടെ ജീവിതത്തിന്റെ ദക്ഷിണയും അത് തന്നെയാണ്. അപ്പൊ ഈ ഇന്ദ്രൻ കൊണ്ടുവരുന്ന ആ വായുവാണ് ആ ഇന്ദ്രാണി. ജലമേഘമാണത്, മഴമേഘമാണ്. അത് വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ശൈവശക്തിയായിരിക്കുന്ന വൈഷ്ണവ ശക്തി, വൃക്ഷലോക ശക്തി അതിനെ ശീതീകരിച്ച് മന്മഥശരമെയ്ത് പുഷ്പശരമെയ്ത് അതിനെ ശീതീകരിക്കുമ്പോൾ ആ മേഘം അവിടെ നിന്നും ജലമായി താഴത്തേക്ക് ഗമിക്കും. അപ്പോൾ ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ അതിൻ്റെ പേര് പുഷ്കല എന്ന് മാറിയിട്ട് ഗംഗ എന്നാവും. അപ്പോൾ പുഷ്കലയാണ് ശാസ്താവിൻ്റെ ആദ്യത്തെ ഭാര്യ. അത് പറയാം. ശാസ്താവിൻ്റെ ആദ്യത്തെ ഭാര്യ പുഷ്കലയാണ്. ആ പുഷ്കലയിൽ നിന്നും ജലം വൈഷ്ണവ ശക്തിയാൽ, ശൈവശക്തിയായിരിക്കുന്ന വൈഷ്ണവ ശക്തിയാൽ അതിനെ മന്മഥ ശരമെയ്ത്, ആര് പറഞ്ഞിട്ട്? ശിവൻ പറഞ്ഞിട്ട് മന്മഥ ശരമെയ്ത് ആ മഴയെ, ഗംഗയെ അവിടെ നിന്നും ജനിപ്പിക്കുകയാണ്. ഗഗനാമ്പ് എന്ന് പറഞ്ഞാൽ മഴവെള്ളമാണ്. ആ മേഘത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗ, അത് ശിവനിൽ പതിച്ചാൽ ശ്രീ പാർവതി. ആ ശ്രീ പാർവതി ശിവന്റെ മാറിൽ ഭൂമിയിൽ തൊട്ടാൽ, എവിടെ തൊട്ടാലും, ഭൂമിയിലെ ഏത് ഭാഗത്ത് തൊട്ടാലും അവിടെ അപ്പം തന്നെ ശ്രീ പാർവതിയാണ്. ഗഗനത്തിൽ നിന്ന് ഗമിക്കുമ്പോൾ ഗംഗ, ഭൂമിയിൽ തൊട്ടാൽ ശ്രീ പാർവതി. അപ്പോൾ ആ ശ്രീപാർവതി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും അടുത്ത അവസ്ഥയാണ് ശിവന്റെ മാറിൽ വാമഭാഗമായി ചേർന്ന് കിടക്കുമ്പോൾ നിറമില്ലാത്ത, വർണ്ണമില്ലാത്ത, രസമില്ലാത്ത ആ ജലം രസമുള്ളതാകും, വർണ്ണമുള്ളതാകും. അതിനെയാണ് പൂർണ്ണ എന്ന് പറയുന്നത്. ഭൂമിയുടെ മാറിൽ ജലം കെട്ടി നിൽക്കുമ്പോൾ അത് വർണ്ണമുള്ളതാകും. കണ്ടിട്ടില്ലേ? അപ്പോൾ ആ വർണ്ണമുള്ള ജലമാണ് പൂർണ്ണ. ആ വർണ്ണമുള്ള ജലത്തിന്റെ പേരാണ് പൂർണ്ണ. ആ പൂർണ്ണയാണ് ശാസ്താവിന്റെ രണ്ടാമത്തെ വാമഭാഗം എന്ന് പറയുന്നത്. അതെന്താ ആ കണക്ഷൻ?